ഹായ്, നമുക്കൊരു ക്ലിനിക്കൽ കേസ് പരിചയപ്പെടാം. 30-year-old patient present with complaints of weakness in the right upper and lower limbs for last 4 months. He developed digital infarcts involving second and third digits on the right side, fifth finger on the left side. On examination, BP was 160 by 140 mmHg. All peripheral pulses were palpable and there was asymmetrical neuropathy. Investigationൽ ESR റേസ് ചെയ്തിട്ടുണ്ട്. യൂറിൻ എക്സാമിനേഷനകത്ത് പ്രോട്ടീനൂറിയ, ഹെമറ്റൂറിയ, നോ കാസ്റ്റ്. ഡയഗ്നോസിസ് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പോളി ആർത്രൈറ്റിസ് നോഡോസ ആണ്. അപ്പം അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. അപ്പം പോളി ആർത്രൈറ്റിസ് നോഡോസ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമിക് നെക്രോട്ടൈസിങ് വാസ്കുലൈറ്റിസ് ആണ്. മോസ്റ്റ് കോമൺലി ഇത് മീഡിയം സൈസ്ഡ് വെസൽസിനെ ആയിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം വാസ്കുലൈറ്റിസ് പ്രധാനമായിട്ട് മൂന്നായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ലാർജ് വെസൽസിനെ അഫക്റ്റ് ചെയ്യുന്നത്, രണ്ടാമത്തത് മീഡിയം സൈസ്ഡ് വെസൽസിനെ അഫക്റ്റ് ചെയ്യുന്നത്, മൂന്നാമത്തത് സ്മോൾ സൈസ്ഡ് വെസൽസിനെ അഫക്റ്റ് ചെയ്യുന്നത്. അതിൽ മീഡിയം സൈസ്ഡ് വെസൽസിനെ അഫക്റ്റ് ചെയ്യുന്നതിലെ ഒരെണ്ണമാണ് പോളി ആർത്രൈറ്റിസ് നോഡോസ. വേറെ ഒരെണ്ണമാണ് കവാസാഗി ഡിസീസ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും ചിൽഡ്രൻസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് ഇമ്മ്യൂൺ കോംപ്ലക്സ് ഡിപ്പോസിഷനാണ്. നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഇമ്മ്യൂൺ കോംപ്ലക്സ് ഡിപ്പോസിഷനാണ് ഇത് വരുന്നത്. അപ്പോൾ ഇമ്മ്യൂൺ കോംപ്ലക്സ് ഡിപ്പോസിഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഏതാണ്? ടൈപ്പ് 3. അപ്പോൾ ഇമ്മ്യൂൺ കോംപ്ലക്സുമായിട്ട് വരുന്നത് കാരണം ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനാണ് പോളി ആർത്രൈറ്റിസ് നോഡോസയിലുള്ളത്. പിന്നെ ഈ പോളി ആർത്രൈറ്റിസ് നോഡോസ ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരാം. അപ്പം ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിലെ സർഫസ് ആൻറ്റിജൻ HBsAg പോസിറ്റിവിറ്റി കാണിക്കും. അതിൻ്റെ ആൻറ്റിബോഡി HBsAg ആൻറ്റിബോഡീസ് പോസിറ്റിവിറ്റി കാണിക്കാം. അതൊക്കെയാണ് ഫീച്ചേഴ്സ്. ഇനി ഇത് പ്രധാനമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് സ്കിൻ, പെരിഫറൽ നെർവ്സ്, കിഡ്നി, ജോയിൻസ്, GIT ഇതൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, ലങ്സ് സ്പെയർഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ലങ്സിലെ വെസൽസിനെ ഇതിനെ അഫക്റ്റ് ചെയ്തില്ല. പൾമോണറി വെസൽസ് എപ്പോഴും സ്പെയർഡ് ആയിരിക്കും. അതാണ് നമ്മളിവിടെ നോട്ട് ചെയ്യാനുള്ള ഒരു പോയിന്റ്. ഇനി നമുക്ക് ഓരോരോ സിസ്റ്റത്തിലും ഇതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് സ്കിൻ നോക്കാം. സ്കിന്നിനകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ലിവിഡോ റെറ്റിക്കുലാരിസ്. ലിവിഡോ റെറ്റിക്കുലാരിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫിഷ് നെറ്റ് ടൈപ്പ് അപ്പിയറൻസ് ഓഫ് ബ്ലഡ് വെസൽസ് ഓഫ് സൂപ്പർഫിഷ്യൽ സ്കിൻ. സൂപ്പർഫിഷ്യൽ സ്കിന്നിനകത്തുള്ള ബ്ലഡ് വെസൽസിൻ്റെ ഫിഷ് നെറ്റ് ടൈപ്പ് ഓഫ് അപ്പിയറൻസിനെയാണ് നമ്മൾ ലിവിഡോ റെറ്റിക്കുലാരിസ് എന്ന് പറയുന്നത്. ഇതാണ് മോസ്റ്റ് കോമൺ സ്കിൻ മാനിഫെസ്റ്റേഷൻ ഓഫ് പോളി ആർത്രൈറ്റിസ് നോഡോസ. അത് കൂടാതെ ഈ വാസ്കുലൈറ്റിസ് നമ്മുടെ ഡിജിറ്റൽ സർക്കുലേഷനെ ഇൻവോൾവ് ചെയ്തിട്ട് അവിടെ ഗാംഗ്രീൻ ഉണ്ടാക്കും. ഗാംഗ്രീൻ ചിലപ്പോൾ യൂണിലാറ്ററലാണ് മോസ്റ്റ് കോമൺലി ഉണ്ടാക്കുന്നത്, ബൈലാറ്ററലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എസിമെട്രിക്കൽ ഗാംഗ്രീൻ ആയിരിക്കും. എസിമെട്രിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സിമെട്രി കാണത്തില്ല. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ തന്നെ, നമ്മളിപ്പം വായിച്ച ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ നമുക്കറിയാം രണ്ട് കൈയിലും രണ്ട് ഡിഫറെൻറ്റ് ഫിംഗേഴ്സിലായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സിമെട്രി ഇല്ല, എസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ്. പിന്നെ അത് കൂടാതെ ഈ ലിവിഡോ റെറ്റിക്കുലാരിസിൻ്റെ കാര്യം പറഞ്ഞു. ലിവിഡോ റെറ്റിക്കുലാരിസ് തന്നെ നമ്മൾ പ്രഷർ കൊടുക്കുമ്പോഴത്തേക്ക് ബ്ലാഞ്ച് ചെയ്യത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അൾസറേഷൻസ് ഉണ്ടാകാം, നോഡ്യൂൾസ് ഉണ്ടാകാം. ഈ അൾസറേഷൻ നോഡ്യൂൾസ് ഒക്കെ കൂടുതലായിട്ട് ലോവർ എക്സ്ട്രീമിറ്റീസിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അൾസറേഷൻ കൂടുതലായിട്ടും ഈ ലോവർ എക്സ്ട്രീമിറ്റിയിൽ ഈ മാലിയോളാർ സൈഡിൽ അവിടെയൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ട് ഈ അൾസറേഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. ഇതാണ് സ്കിൻ മാനിഫെസ്റ്റേഷൻസ്. പിന്നെ ഇതിനകത്ത് വരുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പർപ്യൂറ ഒരു കോമൺ മാനിഫെസ്റ്റേഷൻ അല്ല ഈ പോളി ആർത്രൈറ്റിസ് നോഡോസയിൽ. കാരണം ഈ പർപ്യൂറ എന്ന് പറയുന്നത് സൂപ്പർഫിഷ്യലി ഉള്ള സ്മോൾ വെസൽസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം പോളി ആർത്രൈറ്റിസ് നോഡോസ മീഡിയം ആൻഡ് അങ്ങനെയുള്ള വെസൽസിന്. അപ്പോൾ കൂടുതൽ കോമൺ ആയിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ അല്ല ഈ പർപ്യൂറ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് കിഡ്നി ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു നോക്കാം. കിഡ്നിയിൽ നമുക്കറിയാം മീഡിയം സൈസ്ഡ് വെസൽസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് വെസൽസിനെ അഫക്റ്റ് ചെയ്യുന്നു, അവിടെ ബ്ലഡ് വെസൽ ഡാമേജ് ആകുന്നു, അങ്ങനെ ഹെമറ്റൂറിയ ഉണ്ടാകും. പിന്നെ കിഡ്നിയിലെ ഗ്ലോമറുലെ നോക്കാം. ഗ്ലോമറുലയിൽ ഗ്ലോമറുലയിൽ നിറയെ ക്യാപ്പിലറീസ് ആണ്. അപ്പോൾ ഗ്ലോമറുലയിൽ ക്യാപ്പിലറീസ് ആയതുകൊണ്ട് തന്നെ ഗ്ലോമറുലെ അഫക്റ്റഡ് ആവത്തില്ല. അതുകൊണ്ട് തന്നെ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ഉണ്ടാവത്തില്ല. ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ഉണ്ടാവുകയാണെങ്കിലാണ് നമുക്ക് RBC കാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ RBC കാസ്റ്റിംഗ് കാണത്തില്ല. ഇപ്പോൾ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് നോ കാസ്റ്റ് എന്നും പറയുന്നുണ്ട്. യൂറിനറി എക്സാമിനേഷനകത്ത് അവിടെ കാസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഇതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം, വാസ്കുലൈറ്റിസ് വിത്തൗട്ട് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ആണ് പോളി ആർത്രൈറ്റിസ് നോഡോസ എന്ന് പറയുന്നത്. കാരണം ഗ്ലോമറുലയിൽ ക്യാപ്പിലറീസ് അഫക്റ്റഡ് ആകുന്നില്ല. അത് കാരണം ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ഉണ്ടാവുന്നില്ല. അത് കാരണം RBC കാസ്റ്റും ഫോം ചെയ്യുന്നില്ല. ഇനി അത് കൂടാതെ ഈ വെസൽസിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മൈക്രോ അന്യൂറിസംസ് ഫോം ചെയ്യും.
ഈ മൈക്രോ അന്യൂറിസം ഫോം ചെയ്യുന്ന കാരണം എന്ത് പറ്റും? ഈ കിഡ്നിയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയും. കിഡ്നിയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുമ്പോഴത്തേക്കും റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം ആക്ടിവേറ്റ് ആവുന്നു, GFR കുറയുന്നു, അങ്ങനെ ഹൈപ്പർ ടെൻഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു ന്യൂലി ഓൺസെറ്റ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ന്യൂലി ഓൺസെറ്റ് ഓഫ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ. അപ്പോൾ ഈ റീനൽ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ, റീനൽ ഇൻസഫിഷ്യൻസി, മൈക്രോ അന്യൂറിസം കാരണമൊക്കെയാണ് ഇത് റീനൽ മാനിഫെസ്റ്റേഷൻസ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. ഇനി ഈ റീനൽ ഇൻവോൾവ്മെൻറ്റ് കാരണം റീനൽ ഫെയിലിയർ ഉണ്ടായാൽ അങ്ങനെ നമുക്ക് ഈ പോളി ആർത്രൈറ്റിസ് നോഡോസിൽ ഡെത്ത് ഉണ്ടാകും. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റീനൽ ഫെയിലിയറിനെ കാട്ടി ഏറ്റവും കോമൺ ആയിട്ടുള്ള കോസ് ഓഫ് ഡെത്ത് ഇൻ പോളി ആർത്രൈറ്റിസ് നോഡോസ എന്ന് പറയുന്നത് GI സിംറ്റംസാണ്. GI സിംറ്റംസ് പറയുമ്പോഴത്തേക്കും ബവൽ ഇൻഫാർക്റ്റ്, പെർഫറേഷൻ അതുപോലെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഡെത്ത് ഉണ്ടാക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു ഇപ്പം സ്കിന്ന് പറഞ്ഞു, കിഡ്നി പറഞ്ഞു. അടുത്ത പെരിഫറൽ നെർവ് ഇൻവോൾവ്മെൻറ്റ് കാരണം ഉണ്ടാകുന്നതാണ് മോണോന്യൂറൈറ്റിസ് മൾട്ടിപ്ലെക്സ്. മോണോന്യൂറൈറ്റിസ് മൾട്ടിപ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെർവിനകത്തുള്ള ലീഷൻസ് കാരണമാണ് ഈ മോണോന്യൂറൈറ്റിസ് മൾട്ടിപ്ലെക്സ് ഉണ്ടാകുന്നത്. അപ്പം ഡെവലപ്ഡ് കൺട്രീസിലാണെങ്കിൽ മോണോന്യൂറൈറ്റിസ് മൾട്ടിപ്ലെക്സ് ഉണ്ടാകുന്നത് മെയിൻ വാസ്കുലൈറ്റിസിൽ മോണോന്യൂറൈറ്റിസ് മൾട്ടിപ്ലെക്സ് ഉണ്ടാകുന്ന മോസ്റ്റ് കോമൺ കോസ് പോളി ആർത്രൈറ്റിസ് നോഡോസിയാണ്. ഇനി ഡെവലപ്പിംഗ് കൺട്രീസ് നോക്കാം. ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഈ നേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ലെപ്രസി അതുപോലെയുള്ള ഡിസീസ് ഉള്ളത് കൊണ്ട് ലെപ്രസിയാണ് അവിടെ മോണോന്യൂറൈറ്റിസ് മൾട്ടിപ്ലെക്സ് ഉണ്ടാകുന്ന മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത്. പക്ഷേ ഡെവലപ്ഡ് കൺട്രീസിലാണെങ്കിൽ ലെപ്രസി ഒന്നും ഇല്ല, ലെപ്രസിയൊക്കെ ഇറാഡിക്കേറ്റഡ് ആയി. അപ്പോൾ അങ്ങനെയുള്ള ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ വാസ്കുലൈറ്റിസിൽ മോസ്റ്റ് കോമൺ പോളി ആർത്രൈറ്റിസ് നോഡോസിയാണ് മോണോന്യൂറൈറ്റിസ് മൾട്ടിപ്ലെക്സ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് പത്തോഫിസിയോളജി നോക്കാം. പത്തോളജി നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം പെരി ആർട്ടീരിയറ്റിസ് എന്ന് വെച്ചാൽ ഈ ബ്ലഡ് വെസലിലെ എല്ലാ ലെയേഴ്സും, ഈ വെസൽ വാളിൻ്റെ എല്ലാ ലെയേഴ്സും അഫക്റ്റഡ് ആവുന്നുണ്ട്. ഇൻഫ്ലമേറ്ററി ഇൻവോൾവ്മെൻറ്റ് കാരണം, ഇൻഫ്ലമേഷൻ, ഒരുപാട് ഇൻഫ്ലമേഷൻ വരുന്നത് കാരണം ഓൾ ലെയേഴ്സ് ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പം ഈ വെസൽസിൻ്റെ ചുറ്റും ഇൻഫ്ലമേറ്ററി ഇൻഫിൽട്രേറ്റ് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അടുത്ത ഇനി ഇത് കൂടുതലായിട്ടും മെയിൽസിനാണ്, ഫീമെയിൽസിനെയും കാട്ടി കൂടുതൽ മെയിൽസിനാണ് ഇത് കൂടുതലായിട്ടും വരുന്നത്. ഇനി അടുത്ത ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള മോസ്റ്റ് കോമൺ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസ് ആണ്. എന്ന് വെച്ചാൽ ഫീവർ, മാലിയസ്, വീക്ക്നെസ്, വെയിറ്റ് ലോസ് അങ്ങനെയൊക്കെ. പിന്നെ റീനൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഹെമറ്റൂറിയ, ആൽബുമിനൂറിയ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹൈപ്പർ ടെൻഷൻ, ന്യൂ ഓൺസെറ്റ് ഓഫ് ഹൈപ്പർ ടെൻഷനൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെയാണ് ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഗ്രോസ്ലി നമ്മൾ നോക്കുക. പത്തോളജി നമ്മൾ ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ ഗ്രോസ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ മെയിൻലി ഇൻവോൾവ് ആയിട്ടുള്ള ഏതെങ്കിലും വെസൽസ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും കൂടുതലായിട്ട് ബൈഫർക്കേഷൻ അല്ലെങ്കിൽ ബ്രാഞ്ചിങ് ഉള്ളിടത്തായിരിക്കും ഇത് ഏറ്റവും കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബ്രാഞ്ചിങ് ഉള്ളിടത്ത് നമുക്കൊരു പാൽപ്പബിൾ ബീഡ് ലൈക്ക് അപ്പിയറൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്കൊരു നോഡ്യൂൾസ് ഒരുപാട് ഫോം ചെയ്യുന്ന കാരണം ബീഡ് ലൈക്ക് അപ്പിയറൻസ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ഇനി ഇതിൻ്റെ തന്നെ മൈക്രോസ്കോപ്പി നമ്മൾ ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ 3 സ്റ്റേജസ് ആയിട്ടാണ് ഉള്ളത്. ഫസ്റ്റ് 1 അക്യൂട്ട് സ്റ്റേജ്, രണ്ടാമത്തെ ഹീലിംഗ് സ്റ്റേജ്, മൂന്നാമത്തെ ഹീൽഡ് സ്റ്റേജ്. അതിൽ മൈക്രോസ്കോപ്പിയിൽ അക്യൂട്ട് സ്റ്റേജിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു ബൈഫർക്കേഷൻ്റെ അവിടെ ചെറിയ ആ വോൾസിനകത്ത് ചെറിയ ബീഡ് ലൈക്ക് നോഡ്യൂൾസ് ഫോം ചെയ്യും. ഈ നോഡ്യൂൾസിൻ്റെ നടുക്കായിട്ട് ഫൈബ്രിനോയിഡ് നെക്രോസിസ് ഫോം ചെയ്യും. ഫൈബ്രിനോയിഡ് നെക്രോസിസ് ഉണ്ട്, അതിന് ചുറ്റുമായിട്ട് പിന്നെ ഇൻഫ്ലമേറ്ററി ഇൻഫിൽട്രേറ്റ് എല്ലാം വന്നു നിറയുന്നു. ലിംഫോസൈറ്റും ന്യൂട്രോഫിൽസും എല്ലാം വന്ന് ഇൻഫ്ലമേറ്ററി ഇൻഫിൽട്രേറ്റ് നിറയുന്നുണ്ട്. അടുത്ത രണ്ടാമത്തെ ഹീലിംഗ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഫൈബ്രോബ്ലാസ്റ്റിക് പ്രൊലിഫറേഷൻ ഉണ്ടാവും. ഫൈബ്രോബ്ലാസ്റ്റിക് പ്രൊലിഫറേഷൻ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും, ഈ ഇരിക്കുന്ന നോഡ്യൂൾസ് ബീഡ് ലൈക്ക് നോഡ്യൂൾസിനകത്ത് ഫൈബ്രോസിസ് വരുമ്പോഴത്തേക്കും ഈ നോഡ്യൂൾസ് എന്താവും, ഹാർഡാവും. എന്ന് വെച്ചാൽ ഇത്തിരി ഫേം കൺസിസ്റ്റൻസി ആയിട്ട് മാറും. മാത്രമല്ല ഇൻഫ്ലമേറ്ററി ഇൻഫിൽട്രേറ്റ്, ലിംഫോസൈറ്റ്, പ്ലാസ്മ സെൽ അതെല്ലാം കാണാൻ പറ്റും. ഇനി അടുത്ത ഹീൽഡ് സ്റ്റേജ് ആകുമ്പോൾ എന്താ, ഒരുപാട് പ്രൊലിഫറേഷൻ, ഫൈബ്രോബ്ലാസ്റ്റ് പ്രൊലിഫറേറ്റ് ചെയ്യും, ഫൈബ്രോസിസ് കൂടുതലാവുന്ന കാരണം മൊത്തം വെസൽ വാൾ എന്ത് ചെയ്യും, തിക്കുണ്ടാവും. പിന്നെ ഇന്റേണൽ ഇലാസ്റ്റിക് ലാമിന ഫ്രാഗ്മെന്റഡ് ആവും, അങ്ങനെയൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ മൈക്രോസ്കോപ്പിക് അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഈ വെസൽസ് മൊത്തം ഹാർഡ്, ഇതെന്ന് പറഞ്ഞാൽ ഇമ്മ്യൂൺ കോംപ്ലക്സ് ഡിപ്പോസിഷൻ കാരണമാണ് ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ് നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പം ഇതെന്ന് പറയുമ്പം വെസൽ വാളിൻ്റെ
ഇൻ്റർമീഡിയൻ്റ് ഏരിയാസിലാണ് ഇമ്മ്യൂൺ കോംപ്ലക്സ് ഡിപ്പോസിഷൻ വരുന്നത്. എന്ന് വെച്ചാൽ ഇൻ്റർമീഡിയൻ്റ് ഏരിയാസിലായതുകൊണ്ട് തന്നെ ഈ കംപ്ലീറ്റ് തിക്നെസ് ഓഫ് വെസൽ വാളിൻ്റെ കംപ്ലീറ്റ് തിക്നെസ് അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ട്രാൻസ്മ്യൂറൽ ഇൻഫ്ലമേഷനാണ് ഇൻ്റർമീഡിയൻ്റ് ഏരിയാസിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് കാരണമാണ് ഈ നോഡുലാർ ഫീൽ വരുന്നത് നമുക്ക്. ഇനി സെഗ്മെൻ്റൽ ട്രാൻസ്മ്യൂറൽ നെക്രോസിസ് വിത്ത് ഇലാസ്റ്റിക് ലാമിന ഫ്രാഗ്മെൻറ്റേഷൻ, ഇതിൻ്റെ ഒരു ഫീച്ചറാണ്. ഇനി നമുക്ക് എല്ലാം നോക്കാം. നമ്മളിപ്പം സിംറ്റംസ് പറഞ്ഞു, അതിൽ തന്നെ മോസ്റ്റ് കോമൺ വാസ്കുലൈറ്റിസ് റിലേറ്റഡ് സിംറ്റം എന്ന് പറയുന്നത് ആർത്രൈറ്റിസ്, മയാൾജിയ. നമുക്കറിയാം മോസ്റ്റ് കോമൺ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നോൺ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ് എന്ന് വെച്ചാൽ ഫീവർ, മാലിയസ്, വീക്ക്നെസ്, വെയിറ്റ് ലോസ്, അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നത്. അതുകൂടാതെ ഈ വാസ്കുലൈറ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നതാണ് ആർത്രൈറ്റിസ്, മയാൾജി അതുപോലെയുള്ളത്. പിന്നെ റീനൽ ആർട്ടറി ഇൻവോൾവ്മെൻറ്റ് ഡെത്ത് ഉണ്ടാക്കും, അത് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള വാസ്കുലൈറ്റിസിൻ്റെ കണക്ക് ആൻറ്റി ന്യൂട്രോഫിൽ സൈറ്റോപ്ലാസ്മിക് ആൻറ്റിബോഡി അത് ഇവിടെ ആബ്സെൻ്റ് ആയിരിക്കും. പോളി ആർത്രൈറ്റിസ് നോഡയിൽ ആൻറ്റി ന്യൂട്രോഫിലിക് സൈറ്റോപ്ലാസ്മിക് ആൻറ്റിബോഡി ആബ്സെൻ്റ് ആയിരിക്കും. ഇനി മോസ്റ്റ് കോമൺ കോസ് ഓഫ് മോണോന്യൂറൈറ്റിസ് മൾട്ടിപ്ലെക്സ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നത് വാസ്കുലൈറ്റിസ് കോസ്ഡ് ആണെങ്കിൽ അത് പോളി ആർത്രൈറ്റിസ് നോഡോസ കാരണമായിരിക്കും. ഇനി അടുത്ത കുറച്ച് ഡിസ്റ്റിങ്വിഷബിൾ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്, അതൊന്നും കൂടെ പറയാം. എന്ന് വെച്ചാൽ പൾമോണറി ഇൻവോൾവ്മെൻറ്റ്, ഞാൻ പറഞ്ഞു ലങ്സ് സ്പെയർഡ് ആയിരിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. പൾമോണറി വെസൽസിനെ അഫക്റ്റ് ചെയ്യത്തില്ല. രണ്ടാമത്തത് സ്മോൾ ബ്ലഡ് വെസൽസിനെ അഫക്റ്റ് ചെയ്യത്തില്ല, അതുകൊണ്ട് തന്നെ പെർപ്യൂറ ലീസ്റ്റ് കോമൺ മാനിഫെസ്റ്റേഷൻ ഇൻ സ്കിൻ ആണ്. മൂന്നാമത്തെ റീനൽ ഇൻവോൾവ്മെൻറ്റ് വിത്തൗട്ട് ഗ്ലോമർലോനെഫ്രൈറ്റിസ്, മീഡിയം സൈസ്ഡ് വെസലിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. സ്മോൾ കാപ്പിലറീസിനെ ഒന്നും അഫക്റ്റ് ചെയ്യില്ല. ഗ്ലോമർലോ കാപ്പിലറീസ് അഫക്റ്റ് ചെയ്യത്തില്ല. ഗ്ലോമർലോനെഫ്രൈറ്റിസ് ഉണ്ടാകത്തില്ല. അത് കാരണം RBC കാസ്റ്റും ഫോം ചെയ്യത്തില്ല. അപ്പം വാസ്കുലൈറ്റിസ് വിത്തൗട്ട് ഗ്ലോമർലോനെഫ്രൈറ്റിസ് ആണ് പോളി ആർത്രൈറ്റിസ് നോഡോസ എന്ന് പറയുന്നത്. ഇനി പറഞ്ഞു സ്കിൻ ഇൻവോൾവ്മെൻറ്റ് വിത്തൗട്ട് പെർപ്യൂറ. ഇനിയുള്ളതെന്ന് വെച്ചാൽ ക്യൂട്ടേനിയസ് പോളി ആർത്രൈറ്റിസ് നോഡോസ, അതാണ് മോസ്റ്റ് കോമൺലി ചിൽഡ്രൻസിന് കാണുന്ന പോളി ആർത്രൈറ്റിസ് നോഡോസ എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു ഡ്രഗ് ഉണ്ട്. ഡ്രഗ് എന്ന് പറയാം മിനോസൈക്ലിൻ. മിനോസൈക്ലിൻ ഈസ് ഇംപ്ലിക്കേറ്റഡ് ആസ് എ കോസ് ഓഫ് പോളി ആർത്രൈറ്റിസ് നോഡോസ. ഇനി വേറെ ക്വസ്റ്റ്യൻസ് തരുന്നതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നോക്കാം. നമുക്ക് വാസ്കുലൈറ്റിസ് ആണെങ്കിൽ അൻക എന്ന് വെച്ചാൽ ആൻറ്റി ന്യൂട്രോഫിൽ സൈറ്റോപ്ലാസ്മിക് ആൻറ്റിബോഡി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. അതെന്തായാലും പോളി ആർത്രൈറ്റിസ് നോഡോസ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ ഉള്ള ഒരാൾക്കാണ് ഇങ്ങനെ നോൺ സ്പെസിഫിക് സിംറ്റംസ് ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം പോളി ആർത്രൈറ്റിസ് നോഡോസയാണെന്ന് ഉറപ്പിക്കാം. പിന്നെ എല്ലായിടത്തും ഈ എലവേറ്റഡ് CRPയും ESRും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഇമേജിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ ഇമേജിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ആൻജിയോഗ്രാം ചെയ്യാം. അപ്പം നമുക്ക് ആൻജിയോഗ്രാമിൽ സ്മോൾ അന്യൂറിസംസ് കാണാൻ പറ്റും, ഫോക്കൽ ലീഷൻസ്, ഒക്ലൂസീവ് ലീഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ കാണാൻ പറ്റും. അപ്പം നമുക്ക് കൊറോണറി ആൻജിയോഗ്രാം എടുക്കാം, റീനൽ ആൻജിയോഗ്രാം എടുക്കാം. അപ്പം അതിനകത്തൊക്കെ ഒരു എന്തെങ്കിലും ഒക്ലൂഷൻസും അല്ലെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെർവ് ബയോപ്സി ചെയ്യാം. നെർവ് ബയോപ്സി ചെയ്തിട്ട് നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഇനി വേറൊരു ഡയഗ്നോസിസ് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയയാണ് ACR ക്രൈറ്റീരിയ. ACR ക്രൈറ്റീരിയയിൽ 10 എണ്ണമാണുള്ളത്, കമ്പോണൻസ് ആണുള്ളത്. അതിൽ 3 എണ്ണമെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇത് പോളി ആർത്രൈറ്റിസ് നോഡോസയാണെന്ന് കൺഫേം ചെയ്യാം. അതിനകത്ത് വരുന്നത് വെയിറ്റ് ലോസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 kg, libido reticularis, testicular pain or tenderness, myalgia, weakness or leg tenderness, mononeuropathy or polyneuropathy, diastolic BP greater than 90 mmHg, elevated blood urea, nitrogen or creatinine, hepatitis B virus, arteriographic abnormality, biopsy of small or medium sized artery containing polymorphonuclear neutrophils. ഇതിൽ ഏതെങ്കിലും 3 എണ്ണം ഉണ്ടെങ്കിൽ നമുക്കത് പോളി ആർത്രൈറ്റിസ് നോഡോസയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു ഡ്രഗ് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഡ്രഗ് മിനോസൈക്ലിൻ ആണ്. ഇനി പ്രോഗ്നോസ്റ്റിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും 5 പ്രോഗ്നോസ്റ്റിക് ഫാക്ടേഴ്സ് ആണുള്ളത്. എന്ന് പറയുമ്പം റിസ്ക് ഫാക്ടേഴ്സും ഔട്ട്കമ്മും വെച്ചിട്ടാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റും എങ്ങനെയായിരിക്കും ഔട്ട്കം. ഇപ്പോൾ പ്രോഗ്നോസിസ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും proteinuria less than 1 gram per day, elevated creatinine, gastrointestinal
ഇൻവോൾവ്മെന്റ്, CNS ഇൻവോൾവ്മെന്റ് ആൻഡ് കാർഡിയോമയോപ്പതി. ഇത് ഇത്രയാണ് പ്രോഗ്നോസ്റ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ജനറ്റിക് അസോസിയേഷൻ എന്ന് പറയുന്നത് അഡിനോസിൻ ഡീഅമിനേസ് 2 എൻകോഡ് ചെയ്യുന്ന ജീനായ CECR1 ജീൻ. ഇതിൻ്റെ ലോസ് ഓഫ് ഫങ്ഷൻ മ്യൂട്ടേഷൻ കാരണവും പോളി ആർത്രൈറ്റിസ് നോഡോസ് ഉണ്ടാവുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഓർക്കേണ്ട കാര്യം അൻക നെഗറ്റിവിറ്റി ആയിരിക്കും, പിന്നെ ലങ്സ് സ്പെയർഡ് ആയിരിക്കും. ഇതൊക്കെയാണ് ഓർക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഇതിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ANCA നമുക്ക് അത് നോക്കാം. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം സൈക്ലോഫോസ്ഫമൈഡ്, സ്റ്റീറോയിഡ്സ് ഒക്കെ കൊടുക്കാം. പിന്നെ ഇതിനകത്തുള്ള കീ ഫീച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ഹെമറ്റൂറിയ, റീനൽ വെസൽ ഇൻവോൾവ്മെൻറ്റ് കാരണം, അവിടുത്തെ ഡാമേജ് കാരണം ഹെമറ്റൂറിയ ഉണ്ടാവാം. സ്കിൻ മാനിഫെസ്റ്റേഷൻ ലിവിഡോ റെറ്റിക്കുലാരിസ്, ഗാംഗ്രീൻ പ്ലസ് ന്യൂ ഓൺസെറ്റ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പോളി ആർത്രൈറ്റിസ് നോഡോസി ആണെന്ന് കൺഫേം ചെയ്യാം. ഇനി പോളി ആർത്രൈറ്റിസ് നോഡോസിയും വേഗ്നസ് ഗ്രാനുലോമറ്റോസിസും രണ്ടും തമ്മിൽ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? അപ്പം വേഗ്നസ് ഗ്രാനുലോമറ്റോസിസിലാണെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻവോൾവ് ആണ്, ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻവോൾവ് ആണ്, കിഡ്നി ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പോളി ആർത്രൈറ്റിസ് നോഡോസ് നോക്കുമ്പോഴത്തേക്കും ലങ്സ് സ്പെയർഡ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിലുള്ള സിംറ്റംസും വരത്തില്ല, ലോവർ റെസ്പിറേറ്ററി ട്രാക്കിലുള്ള സിംറ്റംസും വരത്തില്ല. അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിലെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഇപ്പോൾ എപ്പിസ്റ്റാസിസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല. ലോവർ റെസ്പിറേറ്ററി ട്രാക്കിലായാലും ഹീമോപ്റ്റൈസിസ് അങ്ങനെയുള്ള സിംറ്റംസ് ഒന്നും പോളി ആർത്രൈറ്റിസ് നോഡോസിൽ കാണില്ല. പിന്നെ കിഡ്നിയിൽ അവിടെ വേഗ്നസ് ഗ്രാനുലോമറ്റോസിസിൽ ഹെമറ്റൂറിയ ഉണ്ട്, ഇവിടെയും ഹെമറ്റൂറിയ കാണാം. പിന്നെ പക്ഷെ അവിടെ ഗ്ലോമർലോ നെഫ്രൈറ്റിസ് പോളി ആർത്രൈറ്റിസ് നോഡോസിൽ ആബ്സെൻ്റ് ആയിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് വേഗ്നസ് ഗ്രാനുലോമറ്റോസിസിൽ നിന്ന് നമുക്കിത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് വേറൊരു കേസ് സിനാരിയോ, നമ്മൾ ആദ്യം കൊടുത്തിരുന്ന കേസ് സിനാരിയോ ഒന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് വേറൊരു കേസും കൂടെ നമുക്ക് നോക്കാം. അടുത്ത ഒരു കേസ് എന്ന് പറയുന്നത് 40-year-old male present with the chief complaints of fever, weight loss, muscle weakness, numbness in the lower extremities. ബയോപ്സി, സ്യൂറൽ നെർവ് ബയോപ്സി എടുത്തു. അപ്പോൾ ട്രാൻസ്മ്യൂറൽ ഇൻഫ്ലമേഷൻ ആൻഡ് ഫൈബ്രിനോഡ് നെക്രോസിസ് ഓഫ് സ്മോൾ ആൻഡ് മീഡിയം ആർട്ടറീസ്. പിന്നെ ഹിസ്റ്ററി ഓഫ് സിഗരറ്റ് സ്മോക്കിംഗ് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി സെറോ പോസിറ്റിവിറ്റി ഉണ്ട്. ഡയഗ്നോസിസ് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കിപ്പം മനസ്സിലാവും. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ച് നോക്കുമ്പം നമുക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും.